പ്രോഗ്രാം തുടങ്ങേണ്ട സമയമായി. ആൾക്കാർ ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുക. എന്തോട് തലയിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ വലിയ വർത്താനം പറയണ്ട. ക്ലിയറായിട്ടെന്ന് വെച്ചാൽ അവിടെ നേരെ എടുത്ത് പോയി. മതി മതി മതി. ഇനി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അവൻ അവിടെ പോയി. തന്നോട് വെള്ളം അടിച്ച് സ്റ്റേജിൽ കയറുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? ആശാനെ സ്വല്പം അടിച്ചിട്ട് കയറിയ പെർഫോമൻസ് വന്നാവും. താൻ ചങ്ങനാശ്ശേരി പ്രോഗ്രാമിൽ വെള്ളം അടിച്ച് സ്റ്റേജിൽ കയറിയിട്ട് തന്റെ പെർഫോമൻസ് ഞാൻ കണ്ടതാ. താൻ നശിപ്പിച്ച് കൊലമാക്കിയോ? അതെ, സ്റ്റേജിന്റെ മുമ്പേ കാണാൻ കൊള്ളാവുന്ന പെങ്കൊച്ചുങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ എവ അവരെ നോക്കി വായും പൊളിച്ചിരിക്കും. മമ്മൂട്ടി അവനെ കൊണ്ട് വെള്ളം അടുപ്പിക്കരുത്. ഇയാള് വലിയ പുണ്യാണെന്ന്. അയ്യേ, ഇതെന്തൊരു വൃത്തികേടന. അങ്ങനെ കളഞ്ഞാൻ പറ്റില്ല, അകത്തോട്ട് കളയാം. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കലാമാധ്യമമായ സിനിമ നമ്മളെ മാത്രമല്ല ദേവലോകത്തെ പോലും സ്വാധീനിച്ചു കഴിഞ്ഞു. വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിളക്കാൻ ദേവേന്ദ്രൻ അപ്സരസുകളെ ഭൂമിയിലേക്ക് അയക്കുകയുണ്ടായല്ലോ. ആദ്യം അയച്ചത് മാദകമോഹിനിയായ ഉർവശിയായിരുന്നു. കരിങ്കലാണ്. ദേവേന്ദ്രൻ രണ്ടാമതയച്ചത് വിശ്വസുന്ദരിയായ മേനകയാണ്. ഉർവശി വന്നിട്ടും മേനക വന്നിട്ടും വിശ്വാമിത്രന്റെ തപസ്സിളകിയില്ല. അവസാനം ഇന്ത്യൻ സിനിമയുടെ തന്നെ തപസ്സിളക്കിയ സാക്ഷാൽ സിൽക്ക് സ്മിതയെയാണ് ദേവേന്ദ്രൻ വിശ്വാമിത്രന്റെ തപസ്സിളക്കാൻ അയച്ചത്. അടുത്ത ഇനം മലയാള സിനിമയിലെ സൂപ്പർ താരമായ മമ്മൂട്ടിയുടെ ശബ്ദവും ഭാവവും ശ്രദ്ധിക്കുക. വേടനോട് തൊടുത്തു മരിച്ച അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവിറച്ചു പോയ ഗുരുവിനെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനുമൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പോൾ കാമുകി എന്നെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് 16 പൊൻപണം കൊടുത്തവൻ ചന്തു. മാറ്റച്ചുരിക ചോദിച്ചപ്പോ മറന്നുപോയി എന്ന് പറഞ്ഞവൻ ചന്തു. ഇനിയും എന്തൊക്കെയുണ്ട് പാണന് പാടി നടക്കാൻ നിങ്ങളുടെ നാട്ടിൽ? അംഗമെടുക്കും ആയുധബലവും കൊണ്ട് ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരാരുമില്ല. മടങ്ങിപ്പോ മക്കളെ. ഇനി നമുക്ക് പൂരപ്പറമ്പിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ട്രൂപ്പ് മാനേജർ ആരാ? കിടക്കുന്നു. ഹലോ ഹലോ, ആരാ? ട്രൂപ്പ് മാനേജർ അല്ലേ? അതെ. എന്താ സംശയം? സംശയം വല്ലതും ഉണ്ടെങ്കിൽ ഈ ബാഗിലോട്ട് നോക്കിയാൽ. ഫെബ്രുവരി ഞങ്ങൾക്ക് ഒരു പരിപാടി ബുക്ക് ചെയ്യണം. ഫെബ്രുവരി ഭയങ്കര പ്രശ്നമാണ്. ഏതൊക്കെ ദിവസങ്ങളാണ്? ഫെബ്രുവരി അതായത് ജനുവരി 1, 2, 3, 4, 5 ഇല്ല. 6-ാം തീയതി ഇല്ല. പിന്നെ ആകെയുള്ളൊരു ദിവസം ഫെബ്രുവരി 29-ാം തീയതി കഴിഞ്ഞു. ഫെബ്രുവരി 29-ാം തീയതി ഏക്ക് കള്ള ഒരു വെളിവില്ല. നമുക്ക് അച്ഛനെ കാണാം. ആ ബോർഡോ അച്ഛനെ കാണോ ചെമ്മാച്ചനെ കാണോ, ഇവരില്ലെങ്കിൽ ചുമ്മാച്ചനെ കണ്ടോ, എനിക്കെന്താ പ്രശ്നം? എന്താണ് വണ്ടി നിർത്തിയേ? ഒരാൾ വഴിയിൽ കിടക്കുന്നു. ശരിയാ, വാ ഇറങ്ങ്, നമുക്കൊന്ന് പോയി നോക്കാം. വാ വാ. ഞാനിതാ കാണുന്നു കറുത്ത അംബാസിഡർ കാർ KCF 4162 ഇപ്പോ തോപ്പുംപടിയിലെത്തിക്കാണും. പ്രവചനമായിരിക്കും. ദൂരെ നടക്കുന്ന സംഭവങ്ങൾ പ്രവചിക്കുന്ന ഒരാളുണ്ടല്ലോ. എന്താളുടെ പേര്? ആരെങ്കിലും ആവട്ടെ, അതേപോലുള്ള പ്രവാചകനായിരിക്കും. എടോ ജിമ്മി വാടോ. ഇവിടെ നിന്നാ മതിയോ? നിനക്ക് വേറെ പണിയില്ലോടാ. വഴി കിടക്കുന്ന പിച്ചക്കാരനെയൊക്കെ പിടിച്ച
ഇത് പിച്ചക്കാരനൊന്നുമല്ല, എന്തൊക്കെ വിളിച്ചു പറയുന്നു. എടാ സാബു ചോദിക്ക്. എന്നിട്ട് വണ്ടിയിൽ രണ്ടുപേരുണ്ട്. അവർ മദ്യപിച്ചിരിക്കും. നല്ല സ്പീഡിലാണ് പോകുന്നത്. അവർക്ക് എന്ത് സംഭവിക്കും സ്വാമി? അവർക്കൊന്നും സംഭവിക്കില്ല. അവരാണ് എന്നെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയത്. എനിക്ക് എഴുന്നേക്കാൻ വയ്യ. എന്നെ വേഗം ആശുപത്രിയിൽ ഒന്ന് എത്തിക്കണം. പാവം, ഒന്ന് പിടിക്കണം. നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാം. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എടാ ഇത്ര ദുഷ്ടനാ. ഇവനെ ഏത്? ഒരു താങ്കിക്കോ, താങ്കിക്കോ, എല്ലാരും കൂടി താങ്കിക്കോ. അമ്മ